ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒബ്സഷൻ എന്ന ഇംഗ്ലീഷ് സിനിമയെ കുറിച്ചിട്ടാണ്. ഏകദേശം $1 മില്യൺ താഴെ ബഡ്ജറ്റിലെടുത്ത് 100 മില്യൺ അടിച്ച പടമാണ് ഒബ്സഷൻ. ഇപ്പോൾ അതിന് കൂടുതലായിട്ടുണ്ട്, 200 മില്യൺ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. 26 വയസ്സുള്ള പയ്യൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് ഹൊററിൻ്റെ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത പയ്യൻ ഇന്നത്തെ നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് ഒരു മോട്ടിവേഷനാണ് പടം ഒബ്സഷൻ. ഒബ്സഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഒരു കാര്യത്തിനോടോ ഒരാളോടോ അമിതമായ ഉത്കണ്ഠ, സ്നേഹം, അതൊക്കെ ഉണ്ടാകുന്നതിനെ ഒബ്സഷൻ എന്ന് പറയാം. അപ്പോൾ ഈ പടത്തിൽ നായകന് ഒരു കുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ ആ കുട്ടി വളർത്താൻ കുറച്ച് പണിയാണ്. അപ്പോൾ നായകനൊരു സാധനം കിട്ടുന്നു. ആ സാധനം ജസ്റ്റ് ഒന്ന് ഒടിച്ചാൽ നമ്മളെന്താണ് വിചാരിക്കുന്നത് അത് നടക്കും. അങ്ങനെ ഇത് ഓടിക്കുമ്പോൾ നായകൻ പറയുന്നതെന്ന് വെച്ചാൽ അവളെ എനിക്ക് വളയണം. അങ്ങനെ അതിന് ശേഷം അവൾ വളയുന്നു. പക്ഷേ വളഞ്ഞത് കുറച്ച് കൂടുതലായിപ്പോവും. കാരണം പുള്ളിയെ ജോലിക്ക് വിടുന്നില്ല, രാത്രി അവൾ ഉറങ്ങി എണീച്ചാണ്, അവനെ ഉറങ്ങുന്നിടത്തുനിന്ന് പുറത്തേക്ക് വിടുന്നില്ല. പുള്ളി ഒബ്സസ്ഡ് വെച്ചാൽ ഒരാൾ മറ്റൊരാൾക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്ത അവസ്ഥ. ബാക്കി നിങ്ങൾ പടം കാണുക, എന്തായാലും കാണേണ്ട പടമാണ്. എല്ലാവരും OTT കാണുക. ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് തിയേറ്ററിൽ പോയി കാണാൻ. അതിലൊരു സീൻ, കാറിലെ സീൻ, ഒരു വയലൻസ് സീനാണ്. അത് ഇന്ത്യൻ സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താ പറയുക, ദുരന്തര പോലുള്ള സിനിമയ്ക്ക് സെൻസറൊക്കെ കൊടുത്ത് വിടാൻ കഴിയും. സൂപ്പർമാൻ കിസ് അടിക്കുന്നതും പിന്നെ ഓപ്പൺഹൈമറിലെ ചെയർ സീനും ഇങ്ങനെ സീനൊക്കെ ഇന്ത്യൻ സെൻസർ ബോർഡിന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അത് അവരുടെ ജോലിയാണ്. പാർട്ടി പറയുന്നതോ അത് അവർക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ ദ ഹിന്ദ് ഓഫ് റജബ് എന്ന് പറഞ്ഞ ഫലസ്തീനി പടം, അതും നമ്മുടെ ഗവൺമെൻറ് ബാൻ ചെയ്തു. സോ നിങ്ങളിതൊക്കെ കണ്ടാൽ മതി, ഓറഞ്ച് പുതപ്പിച്ച പടം കണ്ടാൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. സോ നിങ്ങൾ OTT കാണുക. ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ.